റഷ്യയിൽ പ്രതിപക്ഷത്തോടുള്ള പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ക്രൂരത തുടരുകയാണ്. മരണമടഞ്ഞ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ അടുത്ത അനുയായി ലിയോനിഡ് വോൾക്കോവിനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലിത്വാനിയയുടെ തലസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരായ പോരാട്ടം തുടരുമെന്ന് ലിയോനിഡും കൂട്ടാളികളും പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരിക്കലും തളരാത്ത തങ്ങളുടെ പ്രവർത്തനം തുടരുമെന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. ചുറ്റിക ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒടിഞ്ഞെന്നാണ് വിവരം. അക്രമി തന്നെ 15 തവണ ചുറ്റിക കൊണ്ട് കാലിൽ അടിച്ച് പരിക്കേൽപ്പിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തുവെന്ന് ലിയോനിഡ് വ്യക്തമാക്കുന്നുണ്ട്. ലിയോനിഡ് വോൾക്കോവ് റഷ്യയിലെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളാണ്. അലക്സി നവാൽനിയുടെ വിശ്വസ്ത അനുയായിയും അദ്ദേഹത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫുമായിരുന്നു ലിയോനിഡ്. കൂടാതെ 2023 വരെ നവാൽനിയുടെ അഴിമതി വിരുദ്ധ ഫൗണ്ടേഷൻ്റെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അജ്ഞാതൻ ലിയോനിഡ് വോൾക്കോവിൻ്റെ കാറിൻ്റെ ചില്ല് തകർക്കുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തുവെന്ന് നവാൽനി വക്താവായ കിര യാർമിഷ് മുൻ പറഞ്ഞിട്ടുണ്ട്. 1125 ദിവസത്തെ തടവ് ജീവിതത്തിന് ശേഷം അലക്സി നവാൽനി മരണപ്പെട്ട് 1 മാസമാകുന്ന അവസരത്തിലാണ് ആക്രമണം നടക്കുന്നത്. സംഭവത്തിൽ അലക്സി നവാൽനിയുടെ ഭാര്യ ലൂയയും റഷ്യൻ സർക്കാരിനെതിരെയും വ്ളാഡിമിർ പുടിനെതിരെയും രംഗത്തെത്തിയിരുന്നു. ലിയോനിഡ് തൻ്റെ സാമൂഹ്യമാധ്യമ അക്കൗണ്ടിൽ പുടിന് നവാൽനിയെ കൊന്നത് എന്ന തരത്തിൽ കുറിപ്പിട്ട അടുത്ത ദിവസമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ആക്രമിക്കപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് വോൾക്കോവ് സ്വതന്ത്ര റഷ്യൻ വാർത്താ ഏജൻസിയായ മൊഡൂസയോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. മൊഡൂസ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. നവാൽനി സംഘം നേരിടുന്ന അപകട സാധ്യതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം തങ്ങൾ എല്ലാവരും കൊല്ലപ്പെടും എന്നതായിരുന്നു മറുപടി. ലിയോനിഡിനെ ആക്രമിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറയുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ്റെയും റഷ്യൻ സർക്കാരിൻ്റെയും അഴിമതി കഥകൾ തെളിവ് സഹിതം പുറത്തുകൊണ്ടുവന്ന റഷ്യൻ ബ്ലോഗറായിരുന്നു അലക്സി നവാൽനി. പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങുകയും റഷ്യയിലുടനീളം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തതോടെ റഷ്യൻ സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു അദ്ദേഹം. വ്ളാഡിമിർ പുടിനെതിരെ പരസ്യ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതോടെ നവാൽനിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. ഇത് പുടിന് വലിയ തിരിച്ചടിയായിരുന്നു. ഫെബ്രുവരി 16-നാണ് അലക്സി നവാൽനിയുടെ മരണവാർത്ത പുറം ലോകം അറിയുന്നത്. മോസ്കോയിൽ നിന്ന് ഏകദേശം 230 കിലോമീറ്റർ കിഴക്ക് മേഖലയിലെ മെലേഖോവോ പട്ടണത്തിലെ പീനൽ കോളനി നമ്പർ 6 അതീവ സുരക്ഷാ ജയിലിൽ തടവിലായിരുന്ന അലക്സി നവാൽനിയെ ജയിൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് റഷ്യൻ പ്രസ് സർവീസ് വാർത്താക്കുറിപ്പിൽ അന്ന് വ്യക്തമാക്കിയത്. നിലവിലെ സംഭവത്തിന് പിന്നിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ കരങ്ങൾ തന്നെയാകാമെന്ന് ഉറപ്പിച്ച റഷ്യൻ ജനത പ്രസിഡന്റ് പുടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്.